ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഒളിച്ച് കളിയാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആരാണ് എണ്ണുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആരാണ് എന്ന് ചോദിച്ചാൽ കണ്ണൻ കുഞ്ഞിയാണ് ഗൈസ് എണ്ണാൻ പോകുന്നത്. ഇന്ന് നീയാണ് എണ്ണാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റ് നീയാണ് എണ്ണാൻ പോകുന്നത്. 100 പേര് എണ്ണണം. കുറെ സ്ഥലത്തുണ്ട്, അതൊന്നും പറയുന്നു ഗൈസ്. നമ്മൾ പോകാൻ പോവാണ് ഗൈസ്. ഒളിച്ച് നിൽക്കാൻ ഓടിച്ച് പോകാൻ പോവാണ്. അയ്യോ ഓടണോ ഗൈസ്. നമ്മളിപ്പോൾ ഒരു തോട്ടത്തിലാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ ഉള്ളത്. സുഹൃത്തുക്കളെ ചക്കര കൂട്ടാൻ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ അധികം എന്തത് നായ ഉണ്ടാവും, സൂക്ഷിക്കണം. നായ ഉണ്ടാവും സുഹൃത്തുക്കളെ. എന്നാലും റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് റീച്ചിന് വേണ്ടി എന്തായിട്ടും എന്തായിട്ടും ലക്ഷം എന്തായിട്ടും ആവണം സുഹൃത്തുക്കളെ. എന്തായിട്ടും ആവണം സുഹൃത്തുക്കളെ. 1 ലക്ഷം കണ്ടോ, 1 ലക്ഷം എന്തായിട്ടും. ഇവിടെ നല്ല വൈബാട്ടോ. ഇത് തോട്ടമാണ്, ഫുള്ളും തോട്ടമാണ് കേട്ടോ. ഇവിടെ ഫുള്ളും തോട്ടമാണ്. നമ്മൾ ഇപ്പം എവിടെ ഒളിച്ചിക്കൊന്നും പറയാൻ കഴിയോ. എവിടെയാണോ ഒളിച്ചിരിക്കുന്നത്, വേറെ ഏതെങ്കിലും സ്ഥലം നോക്കി ഒളിച്ചിക്കാൻ ഗൈസ്. നമ്മൾ പിടികൂടി എന്ന് തോന്നുന്നു ഒരാൾ. ഇവിടുത്തെ ഓണർ നമ്മളെ പിടിച്ചു സുഹൃത്തുക്കളെ. പക്ഷെ എന്താ ഞാനില്ലതുകൊണ്ട് പ്രശ്നമില്ല. എന്നെ അറിയുന്നതായതുകൊണ്ട് അത്ര മജ്ജ പേടിക്കേണ്ടതൊന്നും വേണ്ട സുഹൃത്തുക്കളെ. ഗൈസ്, നമ്മളിപ്പോൾ ഒരു വായേൻ്റെ ഉള്ളിലാണ്. വായേൻ്റെ ഇടയിലാണ് നമ്മൾ ഒളിച്ചിരിക്കുന്നത്. ഞാൻ ചക്കരൂട്ടാണ്ട് അപ്പം എവിടെ പോയിന്ന് പോലും അറിയത്തില്ല. അത്ത അവസ്ഥയാണ് കണ്ടോ. അവിടെ ഫുള്ളും ചുറ്റിലും വാഴയാണ്. മുണ്ടാൻ നിൽക്കണം. 5 മിനിറ്റ് നമ്മൾ മുണ്ടാ നിൽക്കും സുഹൃത്തുക്കളെ. നിങ്ങളൊന്നും മുണ്ടാ നിൽക്കുക. അയ്യോ മെച്ചിനതോ ദൈവമകളെ. മെച്ചിനതോ ദൈവമകളെ. അമ്മത്തം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. ഗൈസ്, ഒടുവിൽ തന്നെ അപ്പൻ പൊക്കി. ജോക്ക് പറഞ്ഞ അപ്പം നമ്മൾ പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പിടിച്ചിരിക്കുക. പ്രേതൊന്നും കയറത്തില്ല, പ്രശ്നമില്ല, കുരിശുണ്ട്. അപ്പോൾ വിഷുവിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും സുഹൃത്തുക്കളെ. വിഷുവിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ്. ഇനി നമുക്ക് കണ്ണൻ കുഞ്ഞിൻ്റെ കഥ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇല്ലേന്ന് ഒരു ഓപ്ഷൻ. ഒന്നാമത്തെ കാര്യം, ഇനി തോട്ടത്തിൻ്റെ അപ്പുറത്തെ സൈഡാണുള്ളത്. ഇത് ഇപ്പുറത്തെ സൈഡാണുള്ളത്. കണ്ണുകുഞ്ഞി ഇപ്പുറത്തെ സൈഡാണുള്ളത്. ഇപ്പുറത്തെ സൈഡ് എന്തായിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടല്ലേ, ഞാൻ നിന്നെ സഹായിക്കുകയാണോ, അല്ലാതെ പറ്റിക്കൊന്നുമല്ല. കണ്ണുകുഞ്ഞി സത്യം പറഞ്ഞേ, നീ അവിടെ അടുത്തേക്ക് പോയിട്ട് തന്നെ നോക്കുക. പത്ന സുഹൃത്തുക്കളെ, ചെരുപ്പം അവൻ അങ്ങോട്ട് പോകും.
അല്ലാണോ നീ അല്ലേ? നീ പോയിട്ട് നോക്ക് നീ പോയിട്ട് നോക്ക് ആ എങ്ങനെ ഇരിക്കുന്നു? വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ നമുക്ക് നിർത്തുവാണ്. അപ്പോൾ ഇനി നാളെ കാണാം ഓണത്തിൻ്റെ